പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മാർച്ച് 4 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിൻ്റെ കയ്യിലുള്ളത്, ഇപ്പോൾ എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സിവിൽ പോയിൻ്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം
നിന്റെ നാമത്തെ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കും. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരൂപ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ ഇടം വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ ചെയ്യാനുള്ളതല്ല, അത് ദൈവം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അമ്മയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്നല്ല ഇന്നലെ പറഞ്ഞത്. ഇനി ഈശോ ഇങ്ങനെയുള്ള എടുത്താൽ പൊങ്ങാത്ത കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ഈശോ പറയുന്നുണ്ട്. അതെന്താണ്? അപ്പനെ കൊണ്ട് ജയിക്കണമെന്ന് ഈശോ പറയണത്. എടുത്താൽ പൊങ്ങാത്ത കാര്യം, അതുപോലെ വലിയ കാര്യങ്ങളില്ലേ, അതെന്ത് ചെയ്യണം? അത് അപ്പനെ കൂടി അതിൻ്റെ അകത്ത് കൂട്ടി ഇറക്കണമെന്ന്. യോഹന്നാൻ 14:10 ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇതൊരു ഭയങ്കര രസമുള്ളൊരു ഇക്വേഷനാണ്. അതായത് നമ്മൾക്ക് ഒരു കാര്യം എടുത്താൽ പൊങ്ങാതെ വന്നാൽ നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് എടുക്കണമെന്നല്ല. അതിനർത്ഥം ദൈവത്തെ ആ ലിഫ്റ്റിങ്ങിൽ പങ്കാളിയാക്കണമെന്നാണ്. അപ്പം ചില കാര്യങ്ങൾ മനുഷ്യന് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഓർക്കുകയും ഈ ഫ്രാൻസിസ് അസീസിയൊക്കെ ഇല്ലേ, 45 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ആ ഫ്രാൻസിസ് സേവിയർ 45 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ഈ രണ്ട് കക്ഷികളും അവരുടെയൊക്കെ പേരിൽ എന്തുമാത്രം അത്ഭുതങ്ങളും എന്തുമാത്രം സഭാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവരാണ് ചെയ്യണത്, അതല്ല. അവരിൽ ക്രിസ്തു വസിച്ചുകൊണ്ട് ക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിലെ കുറിച്ച് കുറച്ചൊക്കെ മരിക്കുമ്പോൾ 24 വയസ്സേ ഉള്ളൂ. ഇപ്പം നമുക്ക് കാർലോ അക്വിറ്റസ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്വന്തം വിശുദ്ധനാണ്. അപ്പം അവരെന്താ ചെയ്തിരുന്നത്? എൻ്റെ ദൈവത്തിലെ ഇങ്ങനെ 60 കൊല്ലമേ 90 കൊല്ലമേ വിശ്വാസിയായി ജീവിക്കണമല്ല. അക്വിറ്റസിനൊക്കെ പോലെയൊക്കെ 15 കൊല്ലം ജീവിച്ചാൽ മതി. അത് അക്വിറ്റസൊക്കെ ഉയർത്തുന്ന ആവേശം എന്നുകൊണ്ട് നിസ്സാര ആവേശമല്ല, വെറും 15 കൊല്ലം ജീവിച്ചാൽ മതി. പക്ഷെ ജീവിക്കുമ്പോൾ അത് ഒന്നൊന്നര ജീവിതമായിരിക്കണം. അവരൊക്കെ വിശ്വാസം ഉറക്കണമെങ്കിലേ, എനിക്ക് അക്വിറ്റസിനൊക്കെ ഉണ്ട് 6ാമത്തെ വയസ്സിൽ തന്നെ വിശ്വാസം ഉറച്ച ആൾക്കാർ. അവരതല്ലേ എല്ലാ നിമിഷവും ഈ ദിവ്യകാരുണ്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ദിവ്യകാരുണ്യം തലക്കടിക്കുകയും അതനുസരിച്ച് അതിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയും. അപ്പോൾ എന്താണ്? അവരിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയും. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ച് എന്നിൽ വസിക്കുന്ന പോലെ, അല്ലേ? സുഭാഷിതം 13:22. ഉത്തമനായ മനുഷ്യൻ തൻ്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു. ഈ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരിലൂടെ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ വസിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണിത്. ഇനി യോഹന്നാൻ 15:7 വായിച്ചേ. നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എന്തും ചോദിക്കാന്നതിന്റെ അർത്ഥം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് 14:10 വരുമ്പോ ഇത് ഇതെല്ലാം യോഹന്നാൻ 15
10, 15, 7 പൂർണ്ണമാകണത് 14:10 തോന്നുന്നത്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ചു. ഇത് ഉടമ്പടിയാണ് ഈ പറഞ്ഞത് കേട്ടോ. ഉടമ്പടി അതല്ലേ? പിതാവിൻ്റെ കൽപ്പന പാലിച്ച് പുത്രൻ ജീവിക്കുന്നു, പുത്രൻ്റെ കൽപ്പന പാലിച്ച് സഭ ജീവിക്കുന്നു, അതല്ലേ ഉടമ്പടി. അപ്പം ആ ഉടമ്പടിയിൽ എന്താ ആ ഉടമ്പടിയുടെ റിസൾട്ട് എന്താണ്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അത് വലിയ പ്രവൃത്തികളാണത്. അപ്പൊ നമ്മളെങ്ങനെ ചെയ്യും? നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്താ കാര്യം? ഈശോ അതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ഉടമ്പടിയിൽ പെർഫെക്റ്റായി കഴിയുമ്പോൾ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യും, ദൈവത്തിൻ്റെ റേഞ്ചിൽ ചെയ്യും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ലിഫ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ് ദൈവത്തിന് തോന്നിയാൽ ദൈവം തന്നെയായിരിക്കും നമുക്ക് വേണ്ടി ചെയ്തിട്ട് അത് നമ്മുടെ അക്കൗണ്ടിലാക്കി തരും. അങ്ങനെയാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ദൈവത്തിന് വേണ്ടി ഇവിടെ പൂർത്തിയാക്കുന്നത്. അപ്പം നിങ്ങൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണേ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.